ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വേണം, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. അമ്മയോടെ ഇരിക്ക. ചേട്ടാ, ഒരു കുപ്പി വെള്ളം. വണ്ടി നിർത്തി. കുടിക്കേ. സിത്താര മേഡത്തിനെ അമ്മയ്ക്ക് മുന്നേ അറിയായിരുന്നോ? പറയമ്മേ, നിങ്ങൾ തമ്മില് എങ്ങനെയായിരുന്നു പരിചയം? അമ്മ എന്താ ഇതൊന്നും എന്നോട് പറയാതിരുന്നേ? നമുക്ക് പോകാം. അമ്മ ഞാൻ ചോദിച്ചതിന് മറുപടി പറയേ. സിത്താര മേഡം പറഞ്ഞല്ലോ അമ്മ അവര് ചതിച്ചൂന്ന്. അതിന്റെ കാര്യം എന്താ? പറയമ്മേ, എന്തായിരുന്നു നിങ്ങൾ തമ്മില്? എന്നോടിപ്പോ ഒന്നും ചോദിക്കരുത്. എനിക്ക് എനിക്ക് എനിക്കെന്റെ തല പെരുക്കുന്നു. എനിക്കൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. അയ്യോ അമ്മേ, അമ്മ വാ, നമുക്ക് ഡോക്ടറെ അടുത്തൊന്ന് പോവാം. വേണ്ട, ഞാൻ എങ്ങോട്ടും ഇല്ല. അമ്മേ, അമ്മേ, ഇനി മോള് കളരിക്കലേക്ക് പോകരുത്. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ അമ്മ ജീവിച്ചിരിക്കില്ല. ഒരു കാരണവശാലും നീ ഇനി കളരിക്കൽ പോകരുത്. അത് ആ വ്രതം പൂർത്തിയാക്കരുത്. ഇല്ലമ്മേ, അമ്മ പറയുന്ന ഈ കാര്യം അനുസരിക്കാൻ എനിക്ക് പറ്റില്ല. സിത്താരമ്മയുടെ കരാറില് അതാണ്. കരാറ് പറഞ്ഞ് പണം വാങ്ങിച്ച അത് ചെയ്യണം. മോളെ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നീ മാത്രം. ജീവിതത്തിൽ എല്ലാ കാലത്തും ഒരുപാട് സങ്കടം തന്ന ദൈവം ഇത്തിരി സന്തോഷം എനിക്ക് തന്നത് നിന്റെ ജന്മത്തിലൂടെ മാത്രമാ. പക്ഷെ എനിക്ക് നിവൃത്തിയില്ലമ്മേ. അമ്മയെ തിരിച്ചുകൊണ്ടാക്കിയിട്ട് എനിക്ക് കളരിക്കലേക്ക് പോയേ പറ്റൂ. അമ്മ ആരായിരുന്നു, അമ്മയുടെ അടിമത്ത് എന്തായിരുന്നു എന്ന് അമ്മ പറയില്ല.
ഞാൻ അടിമയാ അമ്മ. സിത്താര മേഡത്തിന്റെ അടിമ. എനിക്ക് നന്ദി കെട്ടവളാവാൻ പറ്റില്ല. അമ്മ, ആ നന്ദ, ഒരു കാര്യം വ്യക്തമാണമ്മേ. ഗാഥയുടെ മമ്മി സിത്താരയും കൃഷ്ണയുടെ അമ്മ തങ്കവും തമ്മില് പഴയ എന്തോ ഒരു ബന്ധമുണ്ട്. അടുത്തു പരിചയമുള്ള രണ്ട് സ്ത്രീകൾ. അവർക്ക് രണ്ടുപേർക്കും ഒരേപോലെയുള്ള, കണ്ടാൽ പരസ്പരം മാറിപ്പോകുന്ന രണ്ടു പെൺകുട്ടികൾ. ഇതുവരെ ഒരിടത്തും ഇത്രയും വിചിത്രമായ ഒരു കാര്യം കേട്ടിട്ടില്ല. സത്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന മാത്രമായിരിക്കണമെന്നില്ലല്ലോ അമ്മേ. എന്തായാലും ഇനി ഇത് വിട്ടുകളയാനും വയ്യ. ഞാൻ എന്തായാലും സിത്താരയുടെ അടുത്തേക്ക് പോവുക. സിത്താരയുടെ അടുത്ത് പോയിട്ട് എന്തു ചെയ്യാനാ നിന്റെ ഉദ്ദേശം? ആദ്യം ഗാഥ എവിടെ ഉണ്ടോന്ന് അറിയണം. കൃഷ്ണ അവളുടെ അമ്മയായിട്ട് പുറത്താണല്ലോ. എന്റെ മുമ്പിൽ സിത്താര ഗാഥമോളെ പ്രദർശിപ്പിക്കുമെന്ന് നോക്കാം. പിന്നെ സിത്താരയോട് ചോദിച്ച തന്നെ കാര്യങ്ങൾക്കൊരു തീർപ്പുണ്ടാക്കാം. നന്ദ, നവീന്റെ ഭാര്യയായിട്ട് കയറി വരുന്നത് ഈ കൃഷ്ണയായാലും ഗാഥയായാലും നമ്മുടെ ബന്ധുവിന്റെ സ്ഥാനത്തുള്ളത് സിത്താരയാണ്. അതുകൊണ്ട് മുറിവേൽപ്പിക്കുന്ന വാക്കുകളൊന്നും ഇല്ലമ്മേ. മുമ്പ് വിശ്വനാഥൻ പറഞ്ഞതൊക്കെ എന്റെ മനസ്സിലുണ്ടല്ലോ. എതിരാളികൾക്ക് അറിയാവുന്ന കാര്യമാകുമ്പോ അത് ചോദിക്കുന്നോണ്ട് പ്രശ്നം ഉണ്ടാവില്ല. സിത്താരയോട് ഞാൻ ആ വഴിക്ക് തന്നെ ചോദിക്കാം. ശരി, നീ സംസാരിച്ചിട്ട് വാ. മനസ്സിലുള്ള ആശങ്കയ്ക്ക് ഒരു ഉത്തരം കിട്ടിയിരുന്നെങ്കില് എത്ര നന്നായിരുന്നു. മനസ്സിലാവാഞ്ഞിട്ടല്ല, ഉത്തരങ്ങളൊന്നുമില്ലാത്തടത്തു നിന്നും നമ്മൾ ഇത്രയൊക്കെ എത്തിയില്ലേ അമ്മേ. അമ്മ ഈശ്വരനെ വിളിക്കുക, പരിഹാരം ഉണ്ടാവും. ഈശ്വര.